Okay. Functions of quantitative techniques first നമ്മൾ പറഞ്ഞു facilitate the decision making process ആണ്. Decision making process help ചെയ്യുക എന്നുള്ളതാണ് first one നമ്മൾ പറഞ്ഞത്. Then second one ആണ് decision making facilitate ചെയ്യുക. Second one provide tools for scientific research. Scientific research ഉള്ള ടൂൾസും പാടെയാണ് quantitative techniques എന്നുള്ളത്. Then third one ആണ് helps in choosing optimal strategies. Okay, optimal strategies decision make ചെയ്യാൻ വേണ്ടിയിട്ട് help ചെയ്യാം. Then fourth one ആണ് it enables proper deployment of resource. നമ്മൾ റിസോഴ്സ് പ്രോപ്പർ ആയിട്ട് ഡിപ്ലോയ് ചെയ്യാൻ വിന്യസിക്കുക. ഓക്കെ, പ്രോപ്പർ ഏതൊക്കെ രീതിയിൽ നമുക്ക് എന്താണ് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യണമെന്ന് പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് പ്രോപ്പർ ആയിട്ട് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. Then fifth one ആണ് helps in minimizing cost. പറയല്ലോ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ നമ്മൾ ഇൻവെന്ററി ലെവൽസ് ആണെങ്കിലും റിസോഴ്സ് അലോക്കേഷൻ ആണെങ്കിലൊക്കെ ഒരു സിസ്റ്റമാറ്റിക് പ്രോപ്പർ ആയിട്ട് ഒപ്റ്റിമൽ ലെവൽസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലോ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ദ ലാസ്റ്റ് വൺ ആണ് help in minimizing total processing times required for performing a set of jobs. Okay, ഒരു സെറ്റ് ഓഫ് ജോബ്സ് പെർഫോം ചെയ്യാനുള്ള ടോട്ടൽ പ്രോസസ്സിംഗ് ടൈംസും കോസ്റ്റും റെഡ്യൂസ് ചെയ്യാൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു സെറ്റ് ഓഫ് ജോബ്സ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈംസും അതുപോലെ തന്നെ കോസ്റ്റും റെഡ്യൂസ് ചെയ്യാൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എത്രയാണ് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ളത്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആറെണ്ണം പറഞ്ഞ് ഫസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ്. ദെൻ സെക്കൻഡ് വൺ provides a tool for scientific research ആണ്. Then third one helps in choosing an optimal strategies ആണ്. Then fourth one proper deployment of resource ആണ്. റിസോഴ്സ് പ്രോപ്പറായിട്ട് ഡിപ്ലോയ് ചെയ്യാൻ QT ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then cost റെഡ്യൂസ് ചെയ്യാൻ, then set of jobs മിനിമം കോസ്റ്റിൽ മിനിമം ടൈംസിൽ പെർഫോം ചെയ്യാനും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The next one ആണ് സ്കോപ്പ് ഓർ ഏരിയാസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ ഏരിയാസ് ആണ്. അതിലൊന്നാണ് ഫൈനാൻസിങ്. ഓക്കെ, ഫൈനാൻസിങ് നമ്മൾക്ക് അറിയില്ല, നമ്മൾ ക്യാഷ് ഫ്ലോസ്, ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട് ഫ്ലോസും അതുപോലെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒക്കെ ഫൈനാൻസിങ്ങിന് വേണ്ടി നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിലുള്ള അനാലിസിസും റേഷ്യോ അനാലിസിസും മറ്റും ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഫ്ലോസിന് അതുപോലെ ക്യാപിറ്റൽ ബഡ്ജറ്റ്സ് ഒക്കെ ഈസി ആക്കാൻ പറ്റും. സെക്കൻഡ് വൺ ആണ് പർച്ചേസിങ്. പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ ഇൻവെന്ററി ലെവൽസ്. ഓക്കെ, നമ്മൾ ഓർഡറിങ് ലെവൽസും റീ ഓർഡറിങ് ലെവൽസും ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും അത് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, തേർഡ് വൺ ആണ് മാനുഫാക്ചറിങ്. മാനുഫാക്ചറിങ് എന്നുള്ള നമുക്ക് പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ചെയ്യാനായാലും റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലുള്ള ടൂൾസും ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഫോർത്ത് വൺ ആണ് മാർക്കറ്റിംഗ് എന്നുള്ളത്. മാർക്കറ്റിംഗ് എന്നുള്ള നമ്മൾ മാർക്കറ്റ് മിക്സ് സെലക്ട് ചെയ്യാം, നമ്മൾ ഏത് പ്രൊഡക്റ്റ്, നമ്മളെ പ്രൊമോഷൻസ്, നമ്മളെ പ്രൈസിങ് സ്ട്രാറ്റജീസ് ഒക്കെ മേക്ക് ചെയ്യാനും ബെറ്റർ ഡിസിഷൻസ് മേക്ക് ചെയ്യാനും നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ അഡ്വർടൈസിങ് സ്ട്രാറ്റജീസ്, സ്റ്റോക്സ് ലെവലിൽ പ്രൊഡക്ഷൻ മിക്സ് ഇതൊക്കെ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഡിസ്ട്രിബ്യൂട്ടിംഗ്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ പോളിസീസ്, ലൊക്കേഷൻ സൈസ് ഓഫ് വെയർ ഹൗസ്, നമ്മളെ വെയർ ഹൗസിന്റെ ലൊക്കേഷൻ സൈസ്, ഡിസ്ട്രിബ്യൂഷൻ പോളിസീസ് ഇതൊക്കെ ബെറ്റർ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ആണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ളത്. പേഴ്സണൽ മാനേജ്മെന്റ് പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ്സ്, ജോബ്സ്, അസൈൻമെന്റ്സ്, ട്രെയിനിങ് ആൻഡ് റെമ്യൂണറേഷൻസ്. ഓക്കെ, ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റിക്രൂട്ട്മെന്റ്സിന്റെ കേസിൽ അതുപോലെ തന്നെ ജോബ്സ് അസൈൻ ചെയ്യുക, ട്രെയിനിങ്, റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ. നെക്സ്റ്റ് ഒന്നാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഏരിയാസ് ഓഫ് റിസർച്ച്, കോർഡിനേഷൻസ് ഓഫ് റിസർച്ച് പ്രൊജക്റ്റ്, റിസർച്ചിലെ ഏരിയാസ്, റിസർച്ച് പ്രോജക്റ്റിന്റെ കോർഡിനേഷൻസ്, ഇതിലൊക്കെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യാം. ലാസ്റ്റ് ആണ് സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോബ്ലംസ് എന്നുള്ളത്. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലുള്ള പ്രോബ്ലംസ്, ക്യൂയിങ് പ്രോബ്ലംസ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ പ്രോബ്ലംസ്, റിലേറ്റഡ് പ്രോബ്ലംസ് ഇതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെറ്റർ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും ഏരിയാസ് ആണെങ്കിൽ ഇത്രയും സ്കോപ്സ് ആണ് മെയിനായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞ ഫൈനാൻസ്, ക്യാഷ് ഫ്ലോസ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്സില്, ദെൻ പർച്ചേസിംഗില്, ഇൻവെന്ററി ലെവൽസ്, റീ ഓർഡറിംഗ് ലെവൽസ്, ദെൻ മാനുഫാക്ചറിംഗില്, ഓക്കെ, പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്, അലോക്കേഷൻ ഓഫ് റിസോഴ്സില്, ദെൻ അതുപോലെ മാർക്കറ്റിംഗിൽ പ്രൊഡക്ഷൻ മിക്സ് ആണെങ്കിലും അഡ്വർടൈസിങ് സ്ട്രാറ്റജീസ് ആണെങ്കിലും സ്റ്റോക്സിന്റെ ലെവൽസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. ദെൻ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മളെ
ഡിസ്ട്രിബ്യൂഷൻ പോളിസീസ് മേക്ക് ചെയ്യാനും അതുപോലെ വെയർ ഹൗസിന്റെ സൈസും ലൊക്കേഷനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് then personal management recruitments jobs assign training and remuneration then personal management the research and development then last one socio economic problems three areas നമുക്ക് quantitative techniques നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും okay the next one ആണ് uses of quantitative techniques quantitative techniques ന്റെ uses ആണ് business and industry ബിസിനസ്സിലും ഇൻഡസ്ട്രിയിലും quantitative techniques നെ മെയിൻ ആയിട്ടുള്ള കുറച്ച് യൂസസ് ആണ് ഇവിടെ നോട്ട് ചെയ്ത് പോയിന്റ് ചെയ്തത് അതിൽ ഫസ്റ്റ് വൺ ആണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് ഈസ് യൂസ്ഡ് ഫോർ ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് സ്കെയർ റിസോഴ്സസ് ഇൻ ദ പ്രോബ്ലം ഓഫ് ഡിറ്റർമിനിങ് പ്രൊഡക്റ്റ് മിക്സ് ഓക്കെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് മെയിൻ ആയിട്ട് എന്താണ് ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് സ്കെയർ റിസോഴ്സ് നമ്മുടെ സ്കെയർ റിസോഴ്സ് ഒപ്റ്റിമം ക്ലിയർ ആയിട്ട് ഒന്ന് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും പ്രൊഡക്റ്റ് മിക്സിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൽ അലോക്കേഷൻ സ്കെയർ റിസോഴ്സ് ഒപ്റ്റിമായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. The second one, inventory control techniques are useful in dividing when and how much items are to be purchased as to maintain a balance between the cost of holding and the cost of ordering inventories. Okay. Inventory control techniques use ചെയ്തിട്ട് നമ്മൾ എന്താണ് ബെറ്റർ ആയിട്ട് നമുക്ക് ഒപ്റ്റിമൽ ലെവൽസ് ഇൻവെന്ററി ക്യാരി ചെയ്യാനും ഓർഡർ ചെയ്യാനും ക്വാണ്ടിറ്റി ടെക്നിക്സ് ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഹോൾഡിംഗ് കോസ്റ്റും അതുപോലെ തന്നെ ഓർഡറിംഗ് കോസ്റ്റും ബെറ്റർ ആയിട്ട് ഒപ്റ്റിമൽ ലെവൽസിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ പറ്റും. Then third one ആണ് quantitative techniques for CPM PERT helps in determining earliest and latest times for the events and activities of a project. This helps management in proper deployment of resources. നമ്മൾ പറഞ്ഞു കോംപ്ലക്സ് ആയിട്ടുള്ള ഹെവി പ്രോജക്ട്സ് ബെറ്റർ ആയിട്ടുള്ള അതിന്റെ കോസ്റ്റും ടൈമിങ്സും ക്ലിയർ ആയിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ പ്ലാൻ ചെയ്യാനും കോഡ് ചെയ്യാനും CPM PERT പോലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ടൂൾസ് യൂസ് ചെയ്തിട്ട് ബെറ്റർ ആൻഡ് ലേറ്റസ്റ്റ് ടൈംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാൽക്കുലേറ്റ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഫോർത്ത് ഒന്നാണ് ഡിസിഷൻ ട്രീ എന്നുള്ളത്. Decision tree analysis and simulation techniques helps the management in taking the best possible course of action under condition of risk and uncertainty. Okay, ഈ decision tree അതുപോലെ സിമുലേഷൻസും decision tree and simulation techniques യൂസ് ചെയ്തിട്ട് എന്താണ് ബെസ്റ്റ് പോസിബിൾ ഡിസിഷൻസ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും അൺസർട്ടനിറ്റി ഉള്ള ടൈംസിൽ, അതുപോലെ തന്നെ റിസ്ക് ഉള്ള ടൈംസിൽ ഈ ഡിസിഷൻ ട്രീസും അതുപോലെ തന്നെ സിമുലേഷൻ മെത്തേഡ്സും യൂസ് ചെയ്തിട്ട് ബെസ്റ്റ് പോസിബിൾ ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Then next one, last one, replacement theory helps the management in determining the most economic replacement policies regarding the replacement of an equipments. Best possible replacements equipmentsന്റെ റീപ്ലേസ്മെന്റ് ബെസ്റ്റ് പോസിബിൾ റീപ്ലേസ്മെന്റ്സ് ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. റീപ്ലേസ്മെന്റ് തിയറീസ് യൂസ് ചെയ്തിട്ട് ക്വാണ്ടിറ്റേറ്റീവ്സിലെ റീപ്ലേസ്മെന്റ് തിയറീസ് യൂസ് ചെയ്തിട്ട് മോസ്റ്റ് എക്കണോമിക് റീപ്ലേസ്മെന്റ് പോളിസീസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള യൂസസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി എന്നുള്ളത്. ബിസിനസ്സിലും ഇൻഡസ്ട്രിയിലും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ യൂസസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞ് ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് സ്കെയർ റിസോഴ്സ് ആണ്. സ്കെയർ റിസോഴ്സിന് ഒപ്റ്റിമായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ബെറ്റർ ആയിട്ടുള്ള ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ CPM PERT പോലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് കോംപ്ലക്സ് പ്രോജക്ട്സ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ. ദെൻ ഡിസിഷൻ ട്രീ ആൻഡ് സിമുലേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് ബെറ്റർ പോസിബിൾ ഡിസിഷൻസ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഫിഫ്ത്ത് നമ്മൾ പറഞ്ഞ ക്യൂൻ തിയറി യൂസ് ചെയ്തിട്ട് എന്താണ് ആ ഒരു വെയിറ്റിംഗ് ടൈം നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ആണ് ബെറ്റർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് തിയറീസ് യൂസ് ചെയ്തിട്ട് ബെറ്റർ റീപ്ലേസ്മെന്റ് പോളിസീസ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് യൂസസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ളത്. ലാസ്റ്റ് ഹെഡിങ് ആണ് ലിമിറ്റേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ ലിമിറ്റേഷൻസ് ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻവോൾവ്സ് മാത്തമാറ്റിക്കൽ മോഡൽസ്, ഇക്വേഷൻസ് ആൻഡ് അതർ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ മാത്തമാറ്റിക്കൽ മോഡൽസ് ആണ്, ഇക്വേഷൻസ് ആണ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ്. QT എന്നുള്ള ഫുൾ ആയിട്ട് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും മോഡൽസും അതിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഒക്കെയാണ് QT എന്നുള്ള അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ളത്. സെക്കൻഡ് വൺ ഒരു ലിമിറ്റേഷൻസ് അണ്ടറിൽ വരുന്നതാണ്. The second one, quantitative techniques are based on numbers of assumptions. Therefore,
Duke must be ensured while using quantitative techniques. Otherwise, it will lead to wrong conclusions. QT എന്നുള്ള ഫുൾ ആയിട്ടുള്ള നമ്പേഴ്സും അസംഷൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ബെറ്റർ ആയിട്ട് നമ്മൾ കെയർ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, റോങ് ആയിട്ടുള്ള കൺക്ലൂഷൻസിലും ഇന്റർപ്രിട്ടേഷൻസിലും ഇതെത്തും. ഓക്കെ, കാരണം നമ്പേഴ്സിന്റെ വാല്യൂസ് മാറുക, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് നമ്മൾ കെയർ ചെയ്ത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഫുൾ നമ്പേഴ്സിനോടുള്ള കളിയാണ്. അതുകൊണ്ട് നമ്പേഴ്സ് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ റോങ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് ഇത് ലീഡ് ചെയ്യും. ഓക്കെ, then third one ആണ് quantitative techniques are very expensive. Quantitatives എന്നാണ് എക്സ്പെൻസീവ് ആണ് കമ്പാരിറ്റീവ്ലി. ഇതാണ് സിസ്റ്റമാറ്റിക് മെത്തേഡ്സ് ആണ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ്. ഇതിൽ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള നമ്മളെടുത്ത് ഡാറ്റാസ് ഉണ്ടായിരിക്കണം. ആ ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസ് വെച്ചിട്ടാണ് നമ്മൾ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ആണ്. Then fourth one, quantitative techniques do not take into consideration of intangible facts like skill, attitudes. Okay, intangible ഫാക്ട്സിന് യാതൊരു ഇമ്പോർട്ടൻസും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലില്ല. ഇവിടെ കൺസിഡർ ചെയ്യുന്നതല്ല ഇൻടാഞ്ചിബിൾ ഫാക്ട്സ് ലൈക്ക് സ്കിൽ, ആറ്റിറ്റ്യൂഡ്സ്. നമ്മൾ ഈ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ, ഇൻവെന്ററി ആണെങ്കിലും ആവറേജ് ആണെങ്കിലൊക്കെ നമ്മൾ നമ്പേഴ്സും ഫാക്ട്സും വെച്ചിട്ടാണ് നമ്മളിത് അനലൈസിസ് കണ്ടക്ട് ചെയ്യുന്നത്. അവിടെ ഇൻടാഞ്ചിബിൾ ഫാക്ട്സിനാവും ചിലപ്പം ഇമ്പോർട്ടൻസ്, പക്ഷെ അത് ഇവിടെ കൺസിഡറേഷനിൽ യാതൊരു ഇമ്പോർട്ടൻറ്റും ഇല്ല. എംപ്ലോയീസിന്റെ സ്കിൽസിനാണെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡ്സിനാണെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ യാതൊരു ഇമ്പോർട്ടൻറ്റും ഇല്ല. ഓക്കെ, the last one, quantitative techniques are only tools for analysis and decision makings. They are not decision itself. Quantitative techniques എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് ടൂൾസ് മാത്രമാണ്. ഇത് സ്വന്തം ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നില്ല, ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടൂൾസ് ആണ്. ഇത് വെച്ചിട്ട് ഇത് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള മാനേജേഴ്സിനെ ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ളത്. ഓക്കെ, they are not decision itself ആണ്. ഇത് സ്വയം ഒരിക്കലും ഒരു ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നില്ല. എത്രയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ ലിമിറ്റേഷൻസ് എന്നുള്ളത്? ഫസ്റ്റ് നമ്മൾ QT എന്നുള്ളതാണ് മാത്തമെറ്റിക്കൽ മോഡൽസ് ആണ്, ഇക്വേഷൻസ് ആണ്, അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ്. ദെൻ സെക്കൻഡ് നമ്മൾ പറഞ്ഞ QT എന്നുള്ള ഫുൾ നമ്പേഴ്സ് ആൻഡ് അസംഷൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യും. ദെൻ തേർഡ് പറഞ്ഞ എക്സ്പെൻസീവ്. ദെൻ ഫോർത്ത് പറഞ്ഞ ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സിന് യാതൊരു കൺസിഡറേഷനും ഇല്ല. നമ്മുടെ സ്കില്ലിലാണെങ്കിലും ആറ്റിറ്റ്യൂഡ്സിനാണെങ്കിലും QTയിൽ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ദെൻ ലാസ്റ്റ് പറഞ്ഞ എന്താണ്, ഇത് ജസ്റ്റ് ടൂൾസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡിസിഷൻ മേക്കിങ്ങിന് ടൂൾസ് ആൻഡ് ടെക്നിക്സ് മാത്രമാണ്. ഇതൊരിക്കലും സ്വയം ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ? ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് ക്ലിയർ ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിക്കണോ? ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാനിത് സേവ് ചെയ്തിരിക്കണ, ഞാൻ അപ്ലോഡ് ചെയ്യാനും ശ്രദ്ധിക്കാം. മിസ്സായ ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്നും കൂടെ കേൾക്കട്ടോ. അപ്പൊ ഇതൊന്നും കൂടെ കേട്ടിട്ട് പിന്നെ ടെസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഫസ്റ്റ് QT എന്താണ്, അതിന്റെ മീനിങ് എന്താണെന്ന് ആ ബോൾഡ് ആയിട്ടുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു, മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അതിന്റെ അണ്ടറിൽ വരുന്ന സബ് പോയിന്റ്സ് പഠിച്ചാൽ മതി. പിന്നെ നമുക്ക് അറിയില്ല കോറിലേഷൻ എന്താണ്, റിഗ്രഷൻ എന്താണ്, സ്ക്യൂനെസ് എന്താണ്, കട്ടോസ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ പോയിന്റ്സ് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. അതെങ്ങനെ ചോദിച്ചത് കാണാറില്ല. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്, ഈ ഒരു മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതിന്റെ ഫങ്ഷൻസ്. ഈ ഒരു 3 ഹെഡിങ് എന്തായാലും പഠിച്ചു വെക്കട്ടോ. ഒന്നെങ്കിൽ ഫങ്ഷൻസ് പഠിക്കുക, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മതി, ഓർമ്മയിലുണ്ടാവും. അതുപോലെ തന്നെ സ്കോപ്പ് പറഞ്ഞാൽ എല്ലാ ഏരിയാസിനും, ഫൈനാൻസ് ആണെങ്കിൽ, പർച്ചേസിംഗ് ആണ്, മാനുഫാക്ചേഴ്സിനാണ്, തിയറി എഴുതാൻ പറ്റിയാൽ മതി, അത് പഠിക്കണം എന്നില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അതിന്റെ ഫങ്ഷൻസ്, സ്കോപ്പ്, അതുപോലെ തന്നെ യൂസസ്, ലിമിറ്റേഷൻസ്. ഈ 4 ഹെഡിങ്ങിൽ ഏതെങ്കിലും ഒന്നാണ് സാധാരണ രീതിയിൽ തിയറിയിൽ ചോദിക്കാറ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിന്. ഓക്കെ, അപ്പൊ അതിന്റെ ലിമിറ്റേഷൻസും അതുപോലെ തന്നെ അതിന്റെ സ്കോപ്പ്, ഫങ്ഷൻസ്, യൂസസ്, ആ 4 ഹെഡിങ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കട്ടോ. കാരണം ഇതൊരു തിയറി മൊഡ്യൂളാണ്, ഫുള്ളായിട്ട് ഒരു മൊഡ്യൂളാണ് ഇത്. ഓക്കെ, അപ്പം ബാക്കിയുള്ള മൊഡ്യൂളിൽ അതൊരു ചെറിയ ഇമ്പോർട്ടൻസ്, അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും ഈ ഒരു മൊഡ്യൂളിന് ഏതെങ്കിലും ഒരു 4 മാർക്കിന് ഉള്ള ഒരു ക്വസ്റ്റ്യൻസോ 2 ക്വസ്റ്റ്യൻസ് റയറാണ്, പക്ഷെ ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. വെറുതെ കിട്ടുന്ന മാർക്കാണ്. ഈ 4 ഹെഡിങ് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ കോറിലേഷൻ ആണ്, റിഗ്രഷൻ ആണ് സെക്കൻഡ് മൊഡ്യൂൾ എന്നുള്ളത്. നാളെ കവർ ചെയ്യും.
നമ്മൾ പ്രോബ്ലം നമുക്ക് അധികം ഡിസ്കസ് ചെയ്യാവുന്നുണ്ടാവില്ല. പ്രോബ്ലത്തിന്റെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുള്ളൂ. അപ്പൊ നിങ്ങൾ ചെറിയൊരു ഐഡിയ ഉണ്ടാക്കി വെക്കട്ടോ, എന്താണ് കോറിലേഷൻ എന്നുള്ളതിന്റെ പ്രോബ്ലം എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ. എങ്കിൽ മാത്രമേ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് നിങ്ങൾക്ക് മനസ്സിലാവാതെ പറഞ്ഞു പോയിട്ടില്ലല്ലോ. ഈ കോറിലേഷൻ റിഗ്രഷൻ എന്നുള്ളത് നമ്മൾ 10-20 ദിവസം എടുത്ത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതാണ് നമ്മൾ 1 അവറിന്റെ ഉള്ളിൽ കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ അതിന്റെ തിയറി ബേസും അതിന്റെ ഒരു ടൈപ്സും ക്ലാസിഫിക്കേഷൻസും മെത്തേഡ്സും ഒക്കെ നമ്മളിങ്ങനെ തിയറി പറഞ്ഞു പോവുക ചെയ്യുക. ദെൻ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യും. പ്രോബ്ലം ചെയ്യാനും കാണിച്ചു തരാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പം നിങ്ങളടുത്ത് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എന്താണ് കോറിലേഷൻ, എന്താണ് റിഗ്രഷൻ, എങ്കിൽ മാത്രമേ അത് എഫക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് പ്രോബബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ് പിന്നത്തെ മൊഡ്യൂൾ വരുന്നത്. അത് സാറ്റർഡേ സൺഡേ നമ്മൾ കവർ ചെയ്യും. പിന്നെ ഒരു മൊഡ്യൂളോ 1.5 മൊഡ്യൂളോ ഉണ്ടാവും. അത് നമ്മൾ 10-ാം തീയതി അല്ലേ ക്യൂട്ടിന്റെ എക്സാം? ഓക്കെ, അപ്പം ലാസ്റ്റ് മൊഡ്യൂൾ നമുക്ക് പിന്നെ ശനിയാഴ്ച നെക്സ്റ്റ് സാറ്റർഡേ കവർ ചെയ്യാം.